കൊല്ലം ജില്ലയുടെ യാത്രാ എപ്പിസോഡിന്റെ അടുത്ത കാഴ്ചകൾ ആരംഭിക്കുകയാണ്. മനോഹരമായ പ്രദേശങ്ങൾ കണ്ടു പോകുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നത് അനർത്ഥമാക്കുന്നത് കൊല്ലത്തിന്റെ വനക്കാഴ്ചകളും മറ്റുള്ള കാഴ്ചകളും ഒക്കെയാണ്. യാത്രാ കാഴ്ചകൾ കാണിക്കാൻ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങളോ തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും തണുപ്പും കോടമഞ്ഞും നിറഞ്ഞ കാഴ്ചയെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം എത്തുന്നത് മൂന്നാർ തന്നെയാകും. എന്നാൽ കൊല്ലംകാരോടാണ് ഈ ചോദ്യമെങ്കിൽ ഉത്തരത്തിൽ മൂന്നാർ ഉണ്ടാകില്ല. അത് കൊല്ലംകാരുടെ മൂന്നാറായ അമ്പനാട് ഹിൽസിലേക്കോ ചാരിയക്കരയിലേക്കോ മാമ്പഴത്തറയിലേക്കോ ഒക്കെ പോകാം എന്നാണ് പറയുന്നത്. മഞ്ഞും തണുപ്പ് മാത്രമല്ല, മരങ്ങളും കാഴ്ചകളും അരുവികളും വന്യമൃഗങ്ങളും എല്ലാം ചേർന്ന മൂന്നാറിന് സമാനമായ മനോഹരമായ യാത്രയാണ് അമ്പനാട് ഹിൽസിലേക്ക് മാമ്പഴത്തറ വഴി. കുറച്ച് സാഹസികതയും മനോധൈര്യവും ഉള്ള ഒരു സഞ്ചാരിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഒരു ടൂ വീലറിൽ ഇതുവഴി യാത്ര ചെയ്യാൻ എവിടെയാണെന്നല്ലേ. ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വനപാത എന്ന് പറയുന്നത് മനോഹരമായ കൊല്ലത്തിന്റെ ഒരു മൂന്നാർ ലൊക്കേഷൻ പോലെ, അതുപോലെ തന്നെ വന്യമൃഗങ്ങൾ മേയുന്ന, ആനകൾ എപ്പോഴും ക്രോസ് ചെയ്യുന്ന, ചെന്നായ്ക്കളും കാട്ടുപോത്തും മേയുന്ന മാമ്പഴത്തറ വനപാതയിൽ കൂടിയാണ്. എന്റെ യാത്രകളൊന്നും സോളോ ട്രാവൽ, ഏകാന്ത യാത്രകൾ തന്നെയാണ്. ഞാൻ പലതവണ കടന്നുപോയ വഴികൾ തന്നെയാണ് ഇതും. പക്ഷെ ഇപ്പോൾ വേനൽക്കാലമൊന്നുമല്ല, നല്ല മഴക്കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പച്ചപ്പ് പിടിച്ച വനപ്രകൃതിയാണ്. ഏത് നിമിഷവും മൃഗങ്ങൾ നിങ്ങളുടെ വാഹനത്തിന്റെ കുറുകെ എത്തിച്ചേരാം. അപ്പോൾ നോക്കിയും ഒക്കെ കണ്ടു പോകണം എന്ന് മാത്രം. ആനകൾ എപ്പോഴും ഉണ്ട്, കാട്ടുപോത്തുമുണ്ട്, ചെന്നായുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വൈകുന്നേര സമയങ്ങളിലാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ആനയുടെ സൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും. മാമ്പഴത്തറ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന സ്ഥലം തന്നെയാണ്. അതുപോലെ കുറവന്താവളത്ത് നിങ്ങൾക്ക് എത്തിയാൽ ഒത്തിരി കാഴ്ചകളുണ്ട്. തനി നാടൻ ഗ്രാമീണരായ വനവാസികളായ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കുറവന്താവളവും മാമ്പഴത്തറയും ഒക്കെ. അവിടെ കുറച്ചു നേരമൊക്കെ നിങ്ങൾക്ക് ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടരാം. രണ്ടുപേരുണ്ടെങ്കിൽ കൂടുതൽ ഉന്മേഷം കിട്ടും. കാരണം ഒറ്റയ്ക്ക് പോകുമ്പോൾ അതിൻ്റെതായ ഭയം പലർക്കും ഉണ്ടാകും. എങ്കിലും സാഹസിക സഞ്ചാരികൾ മാത്രമാണ് ഈ വനപാതയിൽ കൂടി യാത്ര ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ കൊല്ലത്തിന്റെ ഗവി എന്ന് വിശേഷിപ്പിക്കുന്ന ചാലിയക്കര മാമ്പഴത്തറ റൂട്ട് തീർത്തും വ്യത്യസ്തമായ യാത്രാ അനുഭവമാണ് നൽകുന്നത്. വന്യമൃഗങ്ങളുടെ സ്ഥിരം വിഹാരഭൂമിയായ ഇതുവഴി പോകുമ്പോൾ ആന, കാട്ടുപോത്ത്, മാൻ, മലയെണ്ണാൻ തുടങ്ങി ഉൾപ്പെടെ വ്യത്യസ്തമായ മൃഗങ്ങളെ കാണാം. ഇവിടുന്ന് ചാലിയക്കര അമ്പനാട് റോഡിലേക്ക് കയറുമ്പോൾ കാഴ്ച മൈലുകൾക്ക് വഴിമാറും. കൊല്ലത്ത് ഏറ്റവും അധികം മൈലുകളെ കാണാൻ കഴിയുന്ന പ്രദേശം കൂടിയാണ് ചാലിയക്കര അമ്പനാട് റോഡ്. നമ്മൾ എത്ര യാത്ര പോയി എന്നുള്ളതല്ല, യാത്രകളിൽ എത്ര നല്ല സ്ഥലങ്ങൾ കണ്ടു എന്നുള്ളതും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതും അങ്ങനെയുള്ള ജീവിത കാഴ്ചകൾ എത്രയുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വെറുതെ വനങ്ങളിൽ കൂടി യാത്ര ചെയ്തിട്ട് കാര്യമില്ല. വനത്തിന്റെ സൗന്ദര്യവും അവിടുത്തെ വന്യജീവികളുടെ പ്രത്യേകമായ വിഹാര കേന്ദ്രങ്ങളും ഒക്കെ കണ്ട്, അതുപോലെ ഏറ്റവും മനസ്സിനിണങ്ങിയ പ്രകൃതിയുടെ അനുഭവങ്ങളെ നമ്മുടെ ക്യാമറയിലേക്ക് പകർത്തി കൊണ്ടുപോവുക. അത് എല്ലാ സഞ്ചാരികളും അങ്ങനെയൊക്കെ തീരുമാനിച്ച് യാത്ര ചെയ്താൽ അവർക്ക് എന്നും അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ കൊല്ലത്തിന്റെ മനോഹരമായ കാഴ്ചകൾ. നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ മാമ്പഴത്തറ എത്തും. മാമ്പഴത്തറ എത്തിക്കഴിഞ്ഞാലോ അവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. അതുപോലെ വനപ്രദേശത്തുള്ള എസ്റ്റേറ്റ് തോട്ടങ്ങളാണ് ഉള്ളത്. ഹൈസൻ പ്ലാന്റേഷനും ഒക്കെ നിങ്ങൾ കാണാൻ പറ്റും. നാഗമല എസ്റ്റേറ്റും ഒക്കെ നിങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ കൈതകളുടെ ഒരു സമയമാണ്. കൈതകൾ ഇട്ടിരിക്കുന്നു, റബ്ബർ എസ്റ്റേറ്റുകൾ, അതുപോലെ തന്നെ ജാതി തോട്ടങ്ങൾ ഒക്കെ ധാരാളമുണ്ട്. ചുറ്റിനും വനത്താൽ ചുറ്റപ്പെട്ട സ്ഥലത്താണ് ഇതൊക്കെയെന്ന് നിങ്ങൾ ആലോചിക്കണം. അതുപോലെ തന്നെ എസ്റ്റേറ്റ് ലയങ്ങളുടെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾ കാണാൻ പറ്റും. സാധാരണ ആൾക്കാർ, തമിഴരടക്കമുള്ള ആൾക്കാരാണ് ഇവിടെയൊക്കെ താമസിച്ച് ജോലി ചെയ്യുന്നത്. മനോഹരമായ പ്രകൃതിയും കാറ്റും കുളിരും മഞ്ഞും ഒക്കെ ഇങ്ങനെ കണ്ടും കേട്ടും പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടുത്തെ മാമ്പഴത്തറ ജംഗ്ഷനിലുള്ള ഒരു വെയിറ്റിംഗ് ഷെഡാണ് കാണുന്നത്. ഇതുവഴി മാമ്പഴത്തറ, ചാരിയക്കര, കുറവന്താവളത്തേക്ക്, കടുതുരുട്ടിയിലേക്കും ഒക്കെ ബസ് സർവീസ് ഉണ്ട്. ശരിക്കും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ഷീണമുണ്ടായാൽ കുളിക്കാൻ നനുനനുത്ത വെള്ളവും നിറഞ്ഞു പതഞ്ഞൊഴുകുന്ന കാട്ടരുവിയുടെ സുഖമൊക്കെ അനുഭവിച്ച് കുറച്ചു നേരം വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഫോറസ്റ്റ് റേഞ്ചിലും കയറി വെള്ളത്തിൽ മുങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലായിടത്തും നമുക്ക് കുളിക്കാനുള്ള സംവിധാനമില്ല. കാരണം വന്യമൃഗങ്ങൾ എപ്പോഴും വെള്ളം കുടിക്കാൻ പറ്റുന്ന പല സ്ഥലങ്ങളുമുണ്ട്. എങ്കിലും നമുക്കിങ്ങനെ എസ്റ്റേറ്റ് ലയങ്ങളും തോട്ടങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഒരു രസമാണ്. മാമ്പഴത്തറയിൽ എത്തിയിട്ടുണ്ട്. തെന്മല ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്ന ഭാഗമാണ്. മാമ്പഴത്തറയിലെ പ്രധാന ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ്. തൊട്ടപ്പുറത്ത് ഹാരിസൺസ് മലയാളം ലിമിറ്റഡിൻ്റെ നാഗമല എസ്റ്റേറ്റാണ്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് താഴെ ഒരു വഴിയുണ്ട്. അതുവഴി താഴോട്ട് പോയാൽ അടിപൊളി കാട്ടാറിൻ്റെ തീരത്തെത്താം. അതുകാരം ഞാനൊന്ന് പോവുകയാണ്, നിങ്ങൾക്കത് കാണിക്കാൻ വേണ്ടിയിട്ട്, കാഴ്ചകൾ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മനോഹരമായ ദൃശ്യങ്ങൾ ഒരുക്കുന്ന കൊല്ലത്തിൻ്റെ അടിപൊളി വീഡിയോകളാണ് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി നിങ്ങൾക്ക് തരുന്നത്. മാമ്പഴത്തറയും അതുപോലെ തന്നെ കുറവന്താവളവും ചാലിയക്കരയും ഒക്കെ നമ്മുടെ പ്രധാന സ്ഥലങ്ങളാണ് കൊല്ലത്തിൻ്റെ. അപ്പോൾ ഇപ്പോൾ കൈത ഇട്ടിരിക്കുകയാണ്. അതിന് മുകളിലൊക്കെ നിബിഡ വനപ്രദേശമാണ്, കാണുപോലെ അറിയാം. അപ്പോൾ ആനകളൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇപ്പുറത്തെ വഴിക്കടെ വരും. അതിനാണ് ഫെൻസിങ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറെ കാഴ്ചകളൊക്കെ ഉണ്ട്, എല്ലാം കാണാം.
ഈ മാമ്പഴത്തറ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്താൽ മനോഹരമായ കാഴ്ചകളാണ്. മഞ്ഞു മൂടിയ മലനിരകളും നീല മത്താപ്പ് വിരിച്ച മേഘങ്ങളുമൊക്കെ നമ്മളെ മാടി വിളിക്കുന്നതായി തോന്നുന്നു. റബ്ബർ എസ്റ്റേറ്റിന് നടുക്കൂടുള്ള വഴികളിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ റബ്ബർ തോട്ടമല്ലേ എന്ന്. പക്ഷെ അങ്ങനല്ല. ഇവിടെയും എപ്പോഴും ആനകളും മറ്റു വന്യമൃഗങ്ങളും പാസ് ചെയ്യുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. നമുക്ക് കാണാൻ പറ്റും പല സ്ഥലങ്ങളും കാട്ടുചോലകളും അതുപോലെ നീർ ഒഴുക്കുകളുള്ള പല സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ തരണം ചെയ്ത് നമ്മൾ സുഖകരമായ ഒരു യാത്രയുടെ അനുഭൂതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ കാഴ്ചകൾ മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല. നമ്മളിപ്പോൾ യാത്രയുടെ ലക്ഷ്യസ്ഥാനമായ അമ്പനാട് ഹിൽസിലേക്കാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്തുന്ന ഏറ്റവും നല്ല മനോഹരമായ സ്ഥലങ്ങൾ തന്നെയാണ് ഗ്രാമ്പൂവും ജാതിയും കോലിഞ്ചിയും അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളുടെ സ്ഥലമാണ്. കാരണം കൊല്ലം ജില്ലയിലെ ഏക തേയിലത്തോട്ടവും ഫാക്ടറിയും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ എസ്റ്റേറ്റ് ആണ് അമ്പനാട്. പുനലൂരിനും ചെങ്കോട്ടയ്ക്കും ഇടയിലുള്ള കഴുതുരുട്ടിയിൽ നിന്നും 12 കിലോമീറ്റർ അകലെയാണ് അമ്പനാട് ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ഏത് സമയത്ത് വന്നാലും അതിമനോഹരമായ കാഴ്ചകളും കാലാവസ്ഥയുമാണ് അമ്പനാട് ഹിൽസിനുള്ളത്. അമ്പനാടൻ മലനിരകളുടെ ദൃശ്യം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. സാഹസിക സഞ്ചാരികൾക്ക് അല്ലെങ്കിൽ വനയാത്രകൾ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ ചാലിയക്കര, മാമ്പഴത്തറ, കുറവന്താവളം, അമ്പനാട് എസ്റ്റേറ്റ് ഹിൽസിൽ കൂടിയുള്ള യാത്രകളും വനത്തിന്റെ കാഴ്ചകളും. നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു പോകാൻ ഒരുപാട് കാഴ്ചകൾ കിട്ടുന്ന സ്ഥലം തന്നെയാണെന്ന് എടുത്തു പറഞ്ഞേ പറ്റൂ. ഒരിക്കലെങ്കിലും കൊല്ലക്കാർ ഈ സ്ഥലം കണ്ടില്ലെങ്കിൽ അവരുടെ ജീവിതം വെറും പാഴ്ജന്മമാണെന്ന് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയൂ. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത സ്ഥലങ്ങളാണ്. വലിയ ചെലവില്ലാതെ നമുക്ക് മൂന്നാറിനെയും ഗവിയും ഒക്കെ തോൽപ്പിക്കുന്ന മനോഹരമായ കൊല്ലത്തിന്റെ കാഴ്ചകളും എസ്റ്റേറ്റ് ലയങ്ങളും വനപ്രദേശങ്ങളും വന്യമൃഗങ്ങളും ഒക്കെ കണ്ട് മടങ്ങിയെത്താൻ പറ്റുന്ന ഏക ഇടമാണ് ഈ സ്ഥലങ്ങളെല്ലാം. സ്വന്തം വാഹനത്തിൽ ഇതുവഴി സാഹസിക യാത്ര ഇഷ്ടപ്പെടാത്തവർക്കായി നേരെ കൊല്ലം KSRTC ബജറ്റ് ടൂറിസം ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ടൂറിസം സെല്ലിൽ വിളിച്ച് സീറ്റ് ഉറപ്പിച്ച ശേഷം മതി ബാക്കി കാര്യങ്ങൾ. കൊല്ലം യാത്രയിൽ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട അമ്പനാട് പാക്കേജിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? കൊല്ലത്തിന്റെ മൂന്നാറും ഗവിയും ഉൾപ്പെടെ ആരെയും കൊതിപ്പിക്കുന്ന കൊല്ലം കാഴ്ചകൾ കാണാൻ ഇതിലും മികച്ച ഒരു പാക്കേജും ഇല്ലെന്ന് തന്നെ പറയാം. രാവിലെ 6 മണിക്ക് കൊല്ലം KSRTC ഡിപ്പോയിൽ നിന്നും പുറപ്പെടുന്ന യാത്രയിൽ ആദ്യം സന്ദർശിക്കുന്നത് പുനലൂർ തൂക്കുപാലമാണ്. കൊല്ലത്തെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള തൂക്കുപാലം പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാണ്. കല്ലടയാറിന്റെ ഇരുകരകളെയും ബന്ധിപ്പിച്ച് 1877 പണിപൂർത്തിയാക്കിയ 1880 സഞ്ചാരികൾക്ക് തുറന്നുകൊടുത്ത പാലം തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടം തന്നെയാണ്. തൂക്കുപാലത്തിൽ നിന്നും പിന്നീട് യാത്ര തുടരുന്നത് ചാലിയക്കര മാമ്പഴത്തറ റൂട്ടിലൂടെ അമ്പനാട് എസ്റ്റേറ്റിലേക്കാണ്. കൊല്ലത്തിന്റെ ഗവി എന്നറിയപ്പെടുന്ന ചാലിയക്കര മാമ്പഴത്തറ റൂട്ട് തീർത്തും വ്യത്യസ്തമായ യാത്രാ അനുഭവമാണ് നൽകുന്നത്. വന്യമൃഗങ്ങളുടെ സ്ഥിരം വിഹാരഭൂമിയായി ഇതുവഴി പോകുമ്പോൾ ആന, കാട്ടുപോത്ത്, മാൻ, മലയെണ്ണാൻ, കരടി, ചെന്നായ്ക്കൾ തുടങ്ങിയ ഉൾപ്പെടെ വ്യത്യസ്തമായ മൃഗങ്ങളെ കാണാം. ഇവിടുന്ന് ചാലിയക്കര അമ്പനാട് റോഡിലെ കയറുമ്പോൾ കാഴ്ച മൈലുകൾക്ക് വഴിമാറും. കൊല്ലത്ത് ഏറ്റവും അധികം മൈലുകളെ കാണാൻ കഴിയുന്ന പ്രദേശം കൂടിയാണ് ചാലിയക്കര അമ്പനാട് റോഡ്. ഏതായാലും കൊല്ലത്തിന്റെ മനോഹരമായ കാണാക്കാഴ്ചകൾ ഒപ്പിയെടുത്ത് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഇതുവരെയും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും മനോഹരമായ ഒരു പച്ചപ്പിന്റെ കാഴ്ചയുമായി എത്താം.